നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഭയപ്പെടാൻ തുടങ്ങിയാൽ അതിന് സമയമുണ്ടാകൂ. സമയം അത് അങ്ങനെയാണ്. ചിരിച്ചതോർത്ത് ചിലപ്പോൾ കരയിപ്പിക്കും, കരഞ്ഞതോർത്ത് ചിലപ്പോൾ ചിരിപ്പിക്കും. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകരുത്. നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ മറുപടി പറയരുത്. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക. ജീവിതത്തിലെ ഏറ്റവും മോശമായ കാലഘട്ടത്തിൽ നാം ആരാണെന്നും നമ്മുടെ ഉള്ളിലെ ശക്തി എന്താണെന്നും തിരിച്ചറിയും. ജീവിതത്തിൽ സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ തോൽക്കുന്ന 2 സന്ദർഭങ്ങൾ: 1 നിർഭാഗ്യം, 2 ചതി. കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത സത്യമാണ് സ്നേഹം. പക്ഷേ മനസ്സിനെ വേദനിപ്പിക്കാൻ കാലം തിരഞ്ഞെടുത്ത ഏറ്റവും മൂർച്ചയുള്ള ആയുധവും സ്നേഹമാണ്. ഓരോ അവഗണനയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്, പാലിക്കേണ്ട അകലങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ. നല്ലത് ചെയ്തിട്ടും അവർ നമ്മെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് അവരെയല്ല, അവർക്ക് നമ്മളെയാണ് നഷ്ടപ്പെടുന്നത്. വിജയത്തെ ഒരിക്കലും തലയിൽ കയറാൻ അനുവദിക്കരുത്. പരാജയത്തെ ഒരിക്കലും ഹൃദയത്തിൽ കയറാനും അനുവദിക്കരുത്. കൂടെയുണ്ടെന്ന വാക്കിലല്ല, കൂടെയുണ്ടെന്ന പ്രവൃത്തിയിലും വിശ്വാസത്തിലുമാണ് ഏതൊരാൾക്കും മറ്റൊരാൾ പ്രിയപ്പെട്ടവരാകുന്നത്. തിരക്കുകളുടെ പേരിൽ നിരന്തരം നിങ്ങളെ മാറ്റി നിർത്തുന്ന മനുഷ്യരിൽ നിന്ന് അകലം പാലിക്കുക. ഒരുപക്ഷെ ഇല്ലാത്ത തിരക്കുകൾ ഒരു മറയാക്കി മറുവശത്ത് അവർ ആഘോഷിക്കപ്പെടുമ്പോൾ മുറിവേറ്റ ഹൃദയവുമായി നിങ്ങളെന്തിന് അവർക്ക് വേണ്ടി കാത്തിരിക്കണം? അനുഭവങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ് എന്നും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. കഴിഞ്ഞു പോയതെല്ലാം നല്ലതിനാണെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, കൈവിട്ട് പോയതൊന്നും നഷ്ടങ്ങളല്ലെന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അവിടെയാണ് നമ്മുടെ ജീവിതം സുന്ദരമാകുന്നത്. പക വീട്ടേണ്ടത് പകരം ചോദിച്ചുകൊണ്ടല്ല, സ്വയം ഉയർത്തെഴുന്നേറ്റുകൊണ്ടാകണം. കാലം നൽകുന്ന മറുപടിയേക്കാൾ വലുതാകില്ല ഒരു പകരം വീട്ടലും. യോഗമില്ലെന്ന് കരുതി മാറി നിൽക്കുന്നവരല്ല, നേടിയെടുക്കണമെന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റൊരാളെ അനുവദിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ മറ്റൊരാളെ ആശ്രയിക്കരുത്. കഴിഞ്ഞുപോയതിനെക്കുറിച്ച് ഓർക്കാതിരിക്കുക. എപ്പോഴും കൂടെയുള്ളതിനെ ചേർത്തു പിടിക്കുക. വരാനിരിക്കുന്നത് എന്തുമാവട്ടെ, അതിൽ പ്രതീക്ഷ അർപ്പിക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മൾ മാറ്റിവെക്കുന്ന നമ്മുടെ ഓരോ കുഞ്ഞു സന്തോഷങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളായിരിക്കും. ഉണ്ണുന്ന ഭക്ഷണത്തിൻ്റെ മേന്മയോ ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ വിലയോ ഉറങ്ങുന്ന വീടിൻ്റെ വലിപ്പമോ അല്ല, സമാധാനപരമായി ജീവിക്കാൻ കഴിയലാണ് ജീവിത വിജയം. വേദന ശരീരത്തിലാണെങ്കിലും മനസ്സിലാണെങ്കിലും സ്വയം അനുഭവിച്ചവർക്ക് അല്ലാതെ ആർക്കും അതിൻ്റെ തീവ്രത മനസ്സിലാവില്ല.